സംസ്ഥാന ഭരണസിരാ കേന്ദ്രത്തിന്റെ മതിലിനു പുറത്ത് ആശാവർക്കർമാർ 18 ദിവസമായി സമരത്തിലാണ്. കുഞ്ഞുങ്ങൾ പട്ടിണിയാവാതിരിക്കാനാണ് സമരത്തിനിറങ്ങിയതെന്ന് പറയുന്ന ആശാവർക്കർമാരുടെ സമരത്തിൽ മുഴങ്ങുന്നത് ജീവിക്കാൻ വേണ്ടിയുള്ള തൊഴിലാളി സ്ത്രീകളുടെ മുറവിളികളാണ്. പക്ഷേ സർക്കാരിനും CPIM-നും ഈ സമരം രാഷ്ട്രീയ പ്രേരിതമാണ്. ഒരു തൊഴിലാളി നേതാവിനെ മുന്നിൽ നിർത്തി സമരത്തിനെതിരെ തിരിച്ചടിക്കാനും പാർട്ടി തീരുമാനിച്ചു. സമരത്തിന് പിന്നിൽ അരാജക സംഘമെന്നും സമരം നടത്തുന്നത് ഈർക്കിലി സംഘടനയെന്നും പാട്ടപ്പിരിവ് സംഘമെന്നുമൊക്കെ വിളിച്ചു പറഞ്ഞത് എളമരം കരീമെന്ന തൊഴിൽ സമരങ്ങളിലൂടെ ഉയർന്നുവന്ന നേതാവാണ്. ബദൽ സമരവും ഭീഷണിയുമൊക്കെയായി ആശാവർക്കർമാരോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് CITU. കൂലിയുടെയോ ആനുകൂല്യങ്ങളുടെയോ യാതൊരു സുരക്ഷയുമില്ലാതെ കേരളത്തിന്റെ ആരോഗ്യ സുരക്ഷയ്ക്ക് വേണ്ടി എല്ലാം മറന്ന് പണിയെടുക്കുന്ന മനുഷ്യരോട് സമരം അവസാനിപ്പിച്ച് ജോലിക്ക് കയറണമെന്ന് ആവശ്യപ്പെടുകയാണ് സർക്കാർ. അക്ഷരാർത്ഥത്തിൽ ജീവിക്കാൻ വേണ്ടിയുള്ള മുറവിളിയും നിലവിളിയുമാണ്. എന്നിട്ടും 18 ദിവസമായി അവരുടെ സമരം ആവശ്യങ്ങളെ ഈ സർക്കാർ മുഴുവനായി പരിഗണിച്ചിട്ടില്ല. പകരം പ്രതിരോധിക്കുന്നു. ആശാവർക്കർമാരുടെ സമരത്തോട് യുദ്ധപ്രഖ്യാപനം നടത്താനാണോ CPIM ശ്രമിക്കേണ്ടത്? സമരത്തിന് ലഭിക്കുന്ന ജനപിന്തുണയെ ആർക്കാണ് പേടി? ന്യൂസ് ബസ് ചോദിക്കുന്നു. സമരം ചെയ്യുന്ന ആശാവർക്കർമാരോട് യുദ്ധപ്രഖ്യാപനം. സർക്കാർ ഒരു ഇടപെടൽ കൂടി നടത്തിയിരിക്കുന്നു മിനിറ്റുകൾക്ക് മുൻപ്. അതിലേക്ക് നമുക്ക് ആദ്യം പോവാം. പിന്നീട് ഈ സമരത്തിന്റെ കാഴ്ചകളിലേക്കും ആശാവർക്കർമാരുടെ ആവർത്തിക്കുന്ന ആവശ്യങ്ങളിലേക്കും ഒക്കെ നമുക്ക് വരാം. ആശാപ്രവർത്തകരുടെ ഓണറേറിയത്തിലുള്ള കുടിശ്ശിക തീർത്ത് സർക്കാർ ജനുവരി മാസത്തെ ഓണറേറിയം കുടിശ്ശിക വിതരണം ചെയ്തു. സമരത്തിന്റെ വിജയമാണെന്നും ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്നും ആശാപ്രവർത്തകർ ഇപ്പോഴും പറയുന്നു. ഇപ്പം ജാനുവരിയിലത് വന്നു എന്ന് ഞങ്ങൾക്ക് ആ മെസ്സേജ് വന്നു. ഇത് എവിടെന്നാണ് കിട്ടുന്നത്? ഈ 3 ദിവസം കൊണ്ട് എവിടെന്നാ ഗവൺമെൻറ്റിന് കേന്ദ്ര ഗവൺമെൻറ് അയച്ചതാണോ? അതുകൊണ്ടാണോ ഞങ്ങൾക്കിപ്പോൾ ഈ ഉടനെ പൈസ വന്നത്? ഇതിന് മറുപടി ഗവൺമെൻറ് പറയണ്ടേ? നമുക്ക് ഒരു ഭരണത്തിനെയും തകർക്കണ്ട. നമ്മൾ തയ്യാറാണ് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ. ഞങ്ങൾക്ക് ഒരു സർക്കാരിനെതിരെയും സമരം ചെയ്യാൻ ഞങ്ങൾക്ക് മടിയില്ല. വർദ്ധിപ്പിക്കേണ്ട ശമ്പള വ്യവസ്ഥയിൽ നിന്ന് നമ്മളെ വർദ്ധിപ്പിച്ച് നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും കിട്ടിയിട്ട് മാത്രമേ നമ്മൾ ഈ സെക്രട്ടേറിയറ്റ് വിട്ടു പോകത്തുള്ളൂ. കുറച്ച് മിനിറ്റുകൾക്ക് മുൻപാണ് മന്ത്രി വീണ ജോർജ് ഇക്കാര്യം അറിയിച്ചത്. അവസാനത്തെ ഓണറേറിയം കുടിശ്ശിക അനുവദിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം, അതായത് ജനുവരി മാസത്തിലേത്. നമുക്ക് നോക്കാം എന്താണ് സർക്കാർ കരുതിക്കൂട്ടുന്നത്. മറ്റൊന്ന്, സമരക്കാർ ഇപ്പോഴും പറയുന്നത് എന്താണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ റോഷിബാലും അരുൺ സോളമനും ചേരുന്നുണ്ട് സമരം നടക്കുന്ന സ്ഥലത്തു നിന്നും. റോഷിബാലിലേക്കൊന്ന് പോവാം. റോഷിബാൽ, മിനിറ്റുകൾക്ക് മുൻപാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ വീണ ജോർജ് ഇക്കാര്യം അറിയിക്കുന്നു. 3 മാസത്തെ കുടിശ്ശികയുണ്ടായിരുന്നു. അതിൽ 2 മാസത്തെ കുടിശ്ശിക നേരത്തെ അനുവദിച്ചു. ഇപ്പോൾ ബാക്കിയുള്ള ആ 1 മാസത്തെ കുടിശ്ശിക. പക്ഷേ റോഷിബാൽ, ഈ കുടിശ്ശിക അനുവദിക്കുക എന്നുള്ളത് മാത്രമല്ല ഈ സമരക്കാരുടെ ആവശ്യം. അവരുന്നയിച്ച നിരവധി ആവശ്യങ്ങളുണ്ട്. അപ്പോൾ കുടിശ്ശിക അനുവദിച്ചുകൊണ്ട് ഈ സമരത്തെ പ്രതിരോധിക്കാൻ സർക്കാരിനാവില്ല. മാത്രമല്ല നാളെ യുദ്ധപ്രഖ്യാപനമൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് തന്നെ നമുക്ക് പറയാം, CITU ഉൾപ്പെടെ. അപ്പോൾ എന്താണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ റോഷിബാൽ? റോഷ്നി, ആശാപ്രവർത്തകരുടെ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന സമരം അത് 18 ദിവസം പിന്നിടുമ്പോഴാണ് സർക്കാരിൻ്റെ ഈ നീക്കം. ഒന്ന്, സമരത്തെ സർക്കാർ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു. കേന്ദ്രത്തിനെതിരെയുള്ള സമരത്തിന് ഒന്നിച്ചു നീങ്ങാമെന്ന് ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. നേരത്തെ തന്നെ ചർച്ചകളിൽ 3 മാസത്തെ ഈ ഓണറേറിയത്തിൻ്റെ കുടിശ്ശിക വിതരണം ചെയ്യുമെന്ന ഉറപ്പ് സർക്കാർ നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവസാനം ജനുവരി മാസത്തെ കുടിശ്ശിക കൂടി 1000 രൂപ കൂടി അനുവദിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റ് ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ നൽകണമെന്ന ആവശ്യമാണ് പ്രധാനമായും. അത് ഇൻഷുറൻസ് ഏർപ്പെടുത്തണം, തൊഴിലാളികളായി അംഗീകരിക്കണം, പിരിഞ്ഞു പോകുമ്പോൾ പ്രത്യേക ആനുകൂല്യം നൽകണം, ഓണറേറിയം വർദ്ധിപ്പിക്കണം, ഇങ്ങനെ തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ ഈ ആശാപ്രവർത്തകർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതൊന്നും അംഗീകരിക്കാതെ സെക്രട്ടേറിയറ്റിൽ നിന്നും സമരം അവസാനിപ്പിച്ച് മടങ്ങിപ്പോകില്ല എന്ന പ്രഖ്യാപനമാണ് ആശാപ്രവർത്തകർ നടത്തുന്നത്. അതേസമയം ഈ കുടിശ്ശിക അത് വിതരണം ചെയ്യുമ്പോൾ
സ്വാഭാവികമായും ആശാപ്രവർത്തകർ പിന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയാണെന്നുള്ളത്. കാരണം ആകെയുള്ള ആശാപ്രവർത്തകരിൽ ഒരു വളരെ കുറച്ച് ശതമാനം മാത്രമേ സമരത്തിലുള്ളൂ എന്ന് ആക്ഷേപിക്കുമ്പോഴും മറ്റുള്ളവരെ ഈ കുടിശ്ശിക വിതരണം ചെയ്തു എന്ന് പറഞ്ഞ് അവരെ അത് ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസമാണ് സർക്കാരിന്. അത് CITU ആശാപ്രവർത്തകരുടെ സംഘടന, CITU നേതൃത്വത്തിലുള്ള സംഘടന മറ്റൊരു സമരം കേന്ദ്ര സർക്കാരിനെതിരെ ആരംഭിക്കുകയും ചെയ്തു. അവിടെയൊക്കെ സംസ്ഥാന സർക്കാരല്ല ഈ ആശാപ്രവർത്തകർക്കെതിരെ ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താനാണ് ശ്രമം നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് ആനുകൂല്യം വിതരണം ചെയ്ത് ഒന്ന് സഭാ സമ്മേളനം വരികയാണ് 3-ം തീയതി. സഭയ്ക്കകത്ത് പ്രതിപക്ഷം ഇത് ആയുധമാക്കാനുള്ള തീരുമാനമെടുത്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് ചർച്ചകൾ നടക്കുന്നില്ലെങ്കിലും എത്രയും പെട്ടെന്ന് സമരം അവസാനിപ്പിക്കണമെന്ന മാനസികാവസ്ഥയിലേക്ക് സർക്കാർ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കോൺഗ്രസ് സമരം ഏറ്റെടുത്തിട്ടുണ്ട്. അത് യൂത്ത് കോൺഗ്രസ് ഇന്ന് സമരം നടത്തി. ഒപ്പം അടുത്ത ദിവസം കോൺഗ്രസ് നേതൃത്വത്തിൽ സംസ്ഥാനത്ത് പഞ്ചായത്ത് തലത്തിൽ ഈ ഇപ്പോൾ NHM ഇറക്കിയ ആ നോട്ടീസ് അത് കത്തിച്ചുള്ള പ്രതിഷേധമുണ്ട്. 3-ന് സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ കലക്ടറേറ്റ് ഉൾപ്പെടെ മാർച്ച് നടത്തുന്നു കോൺഗ്രസ് പ്രവർത്തകർ. അങ്ങനെ തുടങ്ങിയ പ്രതിഷേധം കൂടുതൽ സംസ്ഥാന വ്യാപകമായി നീട്ടിക്കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അത് വ്യാപിപ്പിക്കാനുള്ള തീരുമാനം കോൺഗ്രസ് എടുത്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് ഈ ആനുകൂല്യം ഇപ്പോൾ കുടിശ്ശികയായി കിടക്കുന്ന ആനുകൂല്യം വിതരണം ചെയ്തിരിക്കുന്നത്. പക്ഷേ റോഷിബാൽ, നമുക്കറിയാം എളമരം കരീമിനെയൊക്കെ രംഗത്തിറക്കി ഈ സമരത്തെ പ്രതിരോധിക്കാനുള്ള തുടക്കം അത് പാർട്ടി നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ CPIM-നെ സംബന്ധിച്ച് എന്തുതന്നെയായാലും അവർ ഈ സമരത്തെ പേടിക്കുന്ന ഒരു സാഹചര്യം അവർക്കുണ്ടോ? പാർട്ടി എന്താണ് കണക്കുകൂട്ടുന്നത്? റോഷ്നി, ആശാപ്രവർത്തകർ നമുക്കറിയാം സമൂഹത്തിൽ ഏറ്റവും വലിയ അടുപ്പം അത് ഓരോ വീട്ടുകാരുമായി അടുപ്പമുള്ളവരാണ്. അങ്ങനെ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ വലിയ ബന്ധമുള്ള ആശാപ്രവർത്തകർ അവർക്ക് വലിയ രീതിയിൽ അവരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന പ്രചാരണം അല്ലെങ്കിൽ അവർ സമരത്തിലേക്ക് നീങ്ങുമ്പോൾ 2-3 തരത്തിലുള്ള പ്രതിസന്ധികൾ സർക്കാരിന് മുന്നിലുണ്ട്. ഒന്ന്, ആരോഗ്യമേഖല പ്രതിസന്ധിയിലേക്ക് പോകും. കാരണം ആശാപ്രവർത്തകർ അവർ പണിമുടക്ക് തുടർന്നാൽ പലയിടങ്ങളിലും കൃത്യമായ പരിശോധനകൾ, മരുന്ന് വിതരണമടക്കം നിലക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് താഴെത്തട്ടിലുള്ള പല ആളുകളുടെയും നിത്യരോഗികളുടെ അടക്കം ആരോഗ്യസ്ഥിതി വിലയിരുത്താനുള്ള സംവിധാനങ്ങളില്ല. അത് മറ്റ് ബദൽ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് സർക്കാർ പറഞ്ഞതല്ലാതെ അത് ഏർപ്പെടുത്താൻ കഴിഞ്ഞിട്ടുമില്ല. NHM-ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി NHM ഈ സമരത്തുള്ള ആശാപ്രവർത്തകരെ ഒഴിവാക്കി പകരം ആളുകളെ അവിടെ നിയമിച്ചു കഴിഞ്ഞാൽ അത് കടുത്ത എതിർപ്പിന് വഴിയൊരുക്കുകയും ചെയ്യും. സമൂഹം ഒന്നാകെ ആശാപ്രവർത്തകർക്കൊപ്പം അണിനിരക്കുമോ എന്ന വലിയ ആശങ്ക സർക്കാരിനുണ്ട്. ഇപ്പോൾ ആണെങ്കിൽ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നു. ആ സമ്മേളനത്തിന് അകത്ത് നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷം ഇത് ആയുധമാക്കി കൊണ്ടുവരികയും ഇത് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് ഏറ്റെടുക്കുകയും ചെയ്താൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ഒരു ആശങ്ക സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വേഗത്തിൽ സമരം തീർക്കണമെന്ന നിലപാടിലേക്ക് എത്തുന്നത്. പക്ഷേ ഒരു ചർച്ചയിലൂടെ സമരം തീർക്കാൻ സർക്കാർ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ സമരത്തിന് പിന്നിൽ അരാജകവാദികളാണെന്ന CPM നിലപാട് തന്നെയാണ് സർക്കാരിനും. കാരണം കേന്ദ്രത്തിനെതിരെയാണ് സമരം ചെയ്യേണ്ടത് എന്ന വാദത്തിൽ സർക്കാർ ഉറച്ചു നിൽക്കുന്നു. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നിടത്തോളം കാലം ഒരു ചർച്ച സമരക്കാരുമായി സർക്കാരിന് ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി കോൺഗ്രസ് ശക്തമായ സമരവുമായി മുന്നോട്ട് വരുമ്പോൾ ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുമെന്ന് കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും. ഏതായാലും ആനുകൂല്യങ്ങൾ ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നതടക്കം മറ്റ് ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കൂടുതൽ ആനുകൂല്യങ്ങൾ ആശാപ്രവർത്തകർ പറയുമ്പോഴും അത് വിതരണം ചെയ്യണമോ അല്ലെങ്കിൽ അത് അനുവദിക്കണമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. വലിയ സാമ്പത്തിക ബാധ്യതയുള്ളതുകൊണ്ട് അതൊന്നും പരിഗണിക്കാൻ പോലും പറ്റില്ല എന്ന നിലപാടിൽ തന്നെയാണ് സർക്കാർ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത്. ഓക്കെ, റോഷിബാലാണ് നൽകിയത് വിവരങ്ങൾ. അരുൺ സോളമനിലേക്ക് പോകണം. ഇപ്പോൾ സമരക്കാർ എന്തു പറയുന്നു എന്ന് നമുക്കറിയണം അരുൺ. അതായത് ഈ കുടിശ്ശിക കൃത്യമായി അനുവദിച്ചു സർക്കാർ എന്നുള്ളത് ശരി തന്നെ. പക്ഷേ ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് വേതനം വർദ്ധിപ്പിക്കണം, ഇൻഷുറൻസ്, പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷ വേണം, അതുപോലെ ഈ പെൻഷൻ പ്രായം ഉയർത്തണമെന്ന് തുടങ്ങിയ ഒട്ടേറെ ആവശ്യങ്ങൾ ഈ സമരത്തിനുണ്ട്. അപ്പോൾ സമരത്തിന്റെ ആവശ്യങ്ങളെല്ലാം സർക്കാർ അംഗീകരിക്കാതെ പിന്നോട്ട് പോവില്ലെന്ന് പറഞ്ഞു നിൽക്കുന്ന സമരക്കാരാണ്. ദിനം പ്രതി അവർക്ക് ജനപിന്തുണ കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷമൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സമരക്കാർ ഇപ്പോൾ എന്തു പറയുന്നു? ഇന്നിപ്പോൾ അനുവദിച്ചിട്ടുള്ള കുടിശ്ശികയിൽ അവർ ഹാപ്പിയാണോ? റോഷ്നി, പ്രധാനമായിട്ടും ഈ സമരം ആരംഭിച്ചതിന് പിന്നാലെ തന്നെയാണ് നേരത്തെ 2 മാസത്തെ ഒരു ഓണറേറിയം ഇവർ കൊടുത്തിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ ജനുവരി മാസത്തെ കുടിശ്ശിക കൂടി കൊടുത്തു തീർത്തിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും തന്നെ ഈ സമരക്കാരെ സംബന്ധിച്ച് ഇതൊന്നും തന്നെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം അവർ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഈ പ്രധാനപ്പെട്ട ആശാ വർക്കർമാർ അവർ ഈ ജോലിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് പ്രധാനപ്പെട്ട ഒട്ടനവധി ആവശ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആനുകൂല്യങ്ങൾ തന്നെയാണ്. 5 ലക്ഷം രൂപ ആനുകൂല്യം നൽകണമെന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആശാ വർക്കർമാരുടെ ഈ സമരം തുടങ്ങുമ്പോൾ മുതൽ അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ സമരത്തിൽ ഇന്നിപ്പോൾ
നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മിനി ഉണ്ട്. മിനി, ഇപ്പോൾ ഈ കുടിശ്ശിക ജനുവരി മാസത്തെ കുടിശ്ശിക കൂടി നൽകിയിരിക്കുകയാണ്. ആശാ വർക്കർമാരുടെ ഈ സമരത്തിൽ ഇത്തരത്തിൽ 18ാം ദിവസം മുന്നോട്ട് പോകുന്നു. ഹാപ്പിയാണോ? ഒരിക്കലും അല്ല. കാരണം ഞങ്ങളുടെ കുടിശ്ശിക തീർക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഡിമാൻഡല്ല. 232 രൂപ പ്രതിദിന വേതനമായിരിക്കുന്ന ഞങ്ങൾ അത് പോരാ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ സമരം ചെയ്യുന്നത്. ഒരു ദിവസം 700 രൂപ മിനിമം വേതനം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടത്. ആ ഡിമാൻഡ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല, അംഗീകരിക്കപ്പെട്ടിട്ടില്ല. കുടിശ്ശിക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ 4-5 മാസം കൂടുമ്പോഴാണ്, അത് ഞങ്ങൾ സമരം ചെയ്യുമ്പോഴാണ് ഒരു മാസത്തെ കിട്ടാറുള്ളത്. പക്ഷേ ഇപ്പോൾ 18 ദിവസമായി സമരം ചെയ്യുന്നത് കൊണ്ട് ആ കുടിശ്ശിക 3 മാസത്തേതും തൊട്ടടുത്ത ദിവസങ്ങളിലായി വന്നിട്ടുണ്ട്. അത് ഈ സമരത്തിൻ്റെ ഒരു വിജയമാണ്. പക്ഷേ എന്ന് വിചാരിച്ച് ഞങ്ങളുടെ അടിസ്ഥാന ഡിമാൻഡുകൾ അതല്ല. എല്ലാ മാസവും വേതനം ലഭിക്കണം, അതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. ഈ സമരം തുടങ്ങിയപ്പോൾ തന്നെ പ്രധാനമായി 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഒന്ന് മഹാസംഗമ സമയത്ത് തന്നെ 14 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. അതിന് മുന്നേ ഗതാഗതം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞൊരു കേസ് രജിസ്റ്റർ ചെയ്തു. ഏറ്റവും ആദ്യം തന്നെ ഈ മന്ത്രി വീണ ജോർജിൻ്റെ ഭർത്താവ് ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. ഇന്നിപ്പോൾ അതിനൊരു മറുപടി നൽകിയിരിക്കുകയാണ്. എങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്? ഈ സമരം ഇവിടെ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, തകർക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ആദ്യത്തെ ദിവസം മുതൽ പരിശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് നേതാക്കൾക്കും അതിലെ കേസെടുത്തത്. അതിൽ വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ പിന്നീട് അവർ ഇവിടുത്തെ ആളുകളുടെ കണക്കെടുപ്പ് നടത്തി. അതിനും വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ NHM-നെ കൊണ്ട് ഉത്തരവ് ഇറക്കിപ്പിച്ചു. അതിനും വഴങ്ങാതെ വന്നപ്പോൾ ഇപ്പോൾ പ്രാദേശികമായ നേതാക്കളിൽ നിന്ന് ഭീഷണിപ്പെടുത്തി. ഇന്നിപ്പോൾ എല്ലാ പഞ്ചായത്തിലും പ്രസിഡന്റുമാർ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് ആശമാരെ ഭീഷണിപ്പെടുത്തുകയാണ്. CITUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള TP രാമകൃഷ്ണൻ ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് CITUവിൻ്റെ ഒരു നിലപാട് അല്ല എന്നുള്ളത് തന്നെയാണ്. മറ്റു ഒരു സംഘടനയിലുള്ള ആൾക്കാരെയും ഇത്തരത്തിൽ സമരത്തിലുള്ള ഒരാൾക്കാരെയും ഭീഷണിപ്പെടുത്തുക CITUവിൻ്റെ നിലപാടല്ല എന്ന് അവർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതിപ്പോൾ വൈക്കം ഭാഗത്താണല്ലോ, തിരുവനന്തപുരം വക്കത്താണല്ലോ ഇത്തരത്തിലൊരു ഭീഷണി നേരിട്ടത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അവരുടെ അംഗങ്ങളോടാണ് അത് പറയേണ്ടത്, നമ്മളോടല്ല പറയേണ്ടത്. CITUവിൽ അംഗങ്ങളായിരിക്കുന്ന ആളുകളോട് പറയണം, നിങ്ങൾ ഈ പണി മതിയാക്കാൻ പറയണം. ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീഷണിപ്പെടുത്തൽ പരിപാടി അത് അവസാനിപ്പിക്കാൻ അവരോടാണ് ആവശ്യപ്പെടേണ്ടത്, അവരുടെ അംഗങ്ങളോടാണ് ആവശ്യപ്പെടേണ്ടത്, നമ്മളോടല്ല പറയേണ്ടത്. അതുകൊണ്ട് TP രാമകൃഷ്ണൻ പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഉടനടി അവരുടെ അംഗങ്ങളോട് പറയണം, നിങ്ങൾ ഈ വീട് കയറി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഭീഷണിപ്പെടുത്തലും പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീഷണിപ്പെടുത്തലും നിങ്ങൾ അവസാനിപ്പിക്കാൻ അവരോട് ആവശ്യപ്പെടണം. നിലവിൽ ഈ സമരം 18ാം ദിവസം പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ ഈ സമരത്തെ പൊളിക്കാനായിട്ട് ഇപ്പോൾ CITU നാളെ തിരുവനന്തപുരത്ത് ഒരു ബദൽ സമരം നടത്തുകയാണ്. എങ്ങനെയാണ് CITUവിൻ്റെ സമരത്തെ നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിനെതിരെയാണ് അവരുടെ സമരം. സത്യത്തിൽ വളരെ പരിഹാസ്യമാണ്. ഇന്ന് മറ്റൊരു സ്ഥലത്ത് കിടന്ന CITUവിൻ്റെ സമരത്തിൽ അവർ പറയുന്നു, ഇവിടെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 25 മുക്കുവ സ്ത്രീകൾ ഇരിക്കുന്നുണ്ട്, അവർക്ക് പണം കൊടുത്തിട്ടാണ് ഇരിക്കുന്നതെന്ന് പറയുന്നു. വളരെ പരിഹാസ്യമായി സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. ഞങ്ങൾ സമരവുമായി മുന്നിട്ടു. ഈ സമരം തുടങ്ങുന്ന ഫെബ്രുവരി 10-ന് ഈ സമരപ്പന്തലിൽ വെച്ച് നടത്തിയൊരു പ്രഖ്യാപനമുണ്ട്. ഇത് ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ടും അത് കൃത്യമായി ലഭിക്കുന്നൊരു മാനദണ്ഡങ്ങൾ എടുത്തു കളഞ്ഞുകൊണ്ടും എല്ലാ മാസവും ലഭിക്കുവാനുള്ളൊരു വ്യവസ്ഥ ഉണ്ടാക്കിക്കൊണ്ടും വിരമിക്കൽ ആനുകൂല്യം പെൻഷനും അടക്കം വാങ്ങിക്കൊണ്ട് തിരിച്ചു പോകുന്നൊരു പ്രഖ്യാപനമുണ്ട്. അതിൽ നിന്നും ഒരു വ്യത്യാസവുമില്ല. അത് കിട്ടുന്നവരുടെ സമരം തുടരും. ഈ ആശാവർക്കർമാരുടെ സമരത്തെ സർക്കാർ ഭയത്തോടു കൂടിയാണോ നോക്കിക്കാണുന്നത് ഈ ഒരു ഘട്ടത്തിൽ? കാരണം പ്രത്യേകിച്ചും കൂടുതലൊരു സമൂഹത്തിലെ പല ഭാഗങ്ങളിൽ നിന്നൊരു പിന്തുണ കൂടി കിട്ടുകയാണ്. ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് നടന്നു, അതൊരു സംഘർഷത്തിലൊക്കെ വഴിതെളിച്ചിരിക്കുന്നു. എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ചിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും സർക്കാരിന് ഒരു ഭയമുണ്ട്. കാരണം പിന്തുണ അവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. ഡോക്ടർ KP കണ്ണനെ പോലുള്ള ആളുകൾ വന്ന് ഈ സമരവേദിയിലിരിക്കുക, ഡോക്ടർ KG താര, പ്രൊഫസർ MB മത്ത, ഇവർക്കൊക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ആളുകൾ ഏറ്റവും സാധാരണക്കാരായ സ്ത്രീകൾ നടത്തുന്നൊരു സമരത്തെ പിന്തുണച്ചുകൊണ്ട് ഈ കേരളത്തിൻ്റെ പൊതുമണ്ഡലം മുഴുവൻ ഇങ്ങോട്ട് ഒഴുകിയെത്തുകയാണ്. അത് വല്ലാതെ വിറളി പിടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പിന്തുണ വേണം, ഞങ്ങൾക്ക് ഈ പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ പിന്തുണ വേണം. പക്ഷേ ആ പിന്തുണ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അക്രമത്തിൻ്റെ മാർഗ്ഗത്തിലാവരുത്. കാരണം ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ഈ തെരുവിൽ വന്നിരിക്കുന്നത്. 18 ദിവസമായി ഈ പൊരി വെയിലത്തെ തെരുവിൽ സമരം ചെയ്യുന്നു. ഞങ്ങളിവിടെ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് ജനിച്ച ആളുകളല്ല, പക്ഷേ മാർഗമില്ലാതെ ചെയ്യുകയാണ്. അപ്പം ഞങ്ങളെ പിന്തുണച്ച് വരുന്ന ആളുകൾ അത് മനസ്സിലാക്കണം, പിന്തുണ വേണം. പക്ഷെ ഒരു അക്രമത്തിൻ്റെ മാർഗം വന്നാൽ ഇവിടേക്ക് ആളുകൾ വരാൻ മടിക്കും. ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് അതാണ്, ഇവിടേക്ക് വരരുത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് ഒരു ആയുധം കൊടുക്കുന്നതിന് തുല്യമാകും അതെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാരോടും എല്ലാവരോടും ഞങ്ങൾ അഭ്യർത്ഥിച്ചു, ഈ സമരത്തെ മറ്റൊരു തരത്തിൽ നിങ്ങൾ കൊണ്ടുപോകരുത്, നിങ്ങൾ ഞങ്ങളെ പിന്തുണയ്ക്കുക. പക്ഷേ ഇന്ന് തുടക്കം മുതൽ തന്നെ യൂത്ത് കോൺഗ്രസ് ഒരു അക്രമ ശക്തമാവുകയല്ലേ കണ്ടത് നമ്മൾ, പതിവില്ലാത്ത വിധം? അത് ഞാൻ ആദ്യം കണ്ടില്ല. എന്താണേലും അങ്ങനെയാണെങ്കിൽ തന്നെ അവരുടെ നേതാക്കളോട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് നടന്നതൊട്ടും നമുക്ക് യോജിക്കാത്തൊരു പ്രവൃത്തിയാണെന്ന് നമ്മളത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് പ്രസംഗിക്കുന്ന എല്ലാവരോടും ഞങ്ങൾ പറയുന്നുണ്ട്, ഇതൊരു രാഷ്ട്രീയ പ്രസംഗത്തിൻ്റെ വേദിയാക്കരുത്. നിങ്ങൾ വ്യത്യസ്തരായ രാഷ്ട്രീയ പാർട്ടികളുടെ വിശ്വാസമുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. സമരത്തെക്കുറിച്ച് മാത്രം പറയുക, മറ്റൊരു വേദിയായി ഇതിനെ മാറ്റരുതെന്ന് എത്ര പ്രമുഖനായാലും
അത് ഏത് കേന്ദ്രമന്ത്രിയായാൽ പോലും ഞങ്ങളത് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഓരോരുത്തരുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. റോഷ്നി വളരെ വ്യക്തമാണ്, നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ BJP-യുടെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കൾ പല ആൾക്കാരും ഈ സമരവേദിയിൽ എത്തിയിട്ടുണ്ട്. നടി രഞ്ജിനി അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. നേരത്തെ CPI തന്നെ ആനി രാജ അടക്കമുള്ളവർ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നതാണ്. പക്ഷേ ഈ സമരത്തെ ഒരിക്കലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൈകളിൽ എത്തിക്കുക അല്ല ഈ ആശാവർക്കർമാരുടെ സമരത്തെ അവർ മുന്നോട്ട് കാണുന്നത്. അവർക്ക് വേണ്ടുന്ന ബേസിക്കായിട്ട് വേണ്ടുന്ന ചില ആനുകൂല്യങ്ങളുടെ അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ്. അത് 18 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ വരുന്ന മാർച്ച് 3-ാം തീയതി നിയമസഭ നടക്കുമ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്നും ഈ സമരവേദിയിൽ നിന്നും നിയമസഭയിലേക്ക് അവർ മാർച്ചുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നിയമസഭയിൽ ആശാ വർക്കർമാരുടെ അവകാശങ്ങളെക്കുറിച്ച് ആദ്യം ചർച്ച ചെയ്യണമെന്നുള്ളൊരു ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അല്ലാത്ത പക്ഷം മാർച്ച് എന്തായാലും ശക്തമാകും. അതൊരു ഏത് തലത്തിലേക്കാണ് മാറുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതുവരെയും മഹാസംഗമം ഒക്കെ നടത്തിയപ്പോഴും അത്തരത്തിൽ ഒരു അക്രമസക്തമായിട്ടുള്ള മാർച്ചിലേക്ക് ഒന്നും കടന്നു പോയിട്ടില്ല റോഷിനി. അതുകൊണ്ട് തന്നെ സർക്കാർ കണ്ണു തുറന്ന് ഈ സമരത്തെ നോക്കിക്കണ്ട് അവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങളും അവകാശങ്ങളും നൽകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോഴും സമരക്കാർ. ശരി, അരുൺ സോളമനാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. ഈ ആശാ വർക്കേഴ്സിന്റെ ഏറ്റവും ഒടുവിലത്തെ നിലപാടാണ് അവർ പറഞ്ഞത്. സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല, ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളുണ്ട്. മാത്രമല്ല അവർക്കെതിരെ ഉന്നയിച്ച പല ആരോപണങ്ങളെക്കുറിച്ചും അവർ പറയുകയുണ്ടായി. ഈ പൈസ കൊടുത്ത് വന്ന സമരക്കാരാണെന്ന കാര്യങ്ങളൊക്കെ എടുത്തു പറയുകയുണ്ടായി. ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് മുന്നറിയിപ്പുമായി CITU. ജോലിയിൽ തിരികെ പ്രവേശിച്ചില്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെടും. സമരത്തിലൂടെ ഭരണം അട്ടിമറിക്കാനാണ് ശ്രമം നടക്കുന്നത്. സമരം നടത്തേണ്ടത് കേന്ദ്ര സർക്കാരിനെതിരെയെന്നും ഒന്നിച്ചുള്ള സമരത്തിന് CITU-വിനൊപ്പം നിൽക്കണമെന്നും ആശാവർക്കേഴ്സ് സംഘടന CITU അഖിലേന്ത്യാ പ്രസിഡന്റ് PP പ്രേമ പറഞ്ഞു. കോഴിക്കോട് ആദായ നികുതി ഓഫീസ് മാർച്ചിൽ വെച്ചായിരുന്നു ഈ പ്രതികരണം. അതേസമയം ആശാവർക്കർമാരുടെ സമരം 18-ാം ദിവസവും തുടരുകയാണ്. ഈ ഭരണകൂടത്തെ അധിക്ഷേപിക്കുന്ന തരത്തിൽ, ഈ ഭരണകൂടം ഒന്നിനും പറ്റാത്തതാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിൽ, ഈ ഭരണത്തെ അട്ടിമറിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്താൻ പറ്റുമോ എന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അവിടെ കാണാൻ കഴിയുന്നത്. അവർ വെച്ച മുദ്രാവാക്യങ്ങളിൽ ഒന്നുപോലും ഇന്ന് ആശമാർ അനുഭവിക്കുന്ന ദുരന്തങ്ങളിൽ ഉള്ളതല്ല. ഹോണറേറിയം വർദ്ധിപ്പിക്കണം, അത് ഞങ്ങൾക്കും അഭിപ്രായമുണ്ട്. ഞങ്ങളും പറഞ്ഞതാണ്. പ്രായപരിധി നിശ്ചയിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തതാരാ? കേന്ദ്ര ഗവൺമെന്റ് അല്ലേ? ആ കേന്ദ്ര ഗവൺമെന്റിന്റെ മുൻപിലേക്കല്ലേ ആ സമരം കൊണ്ടുപോകേണ്ടത്? AK അഭിലാഷ് ചേരുന്നുണ്ട്. അഭിലാഷ്, ഈ പറയുന്നതൊക്കെ എങ്ങനെയാണ് പ്രതിരോധിക്കുക? ഈ അപ്പുറത്ത് നിൽക്കുന്ന സമരക്കാർ, ഇപ്പുറത്ത് നാളെ ബദൽ സമരവുമായി ഇറങ്ങാൻ പോകുന്ന ടീമുകൾ, ഇതും തൊഴിലാളികൾ അതും തൊഴിലാളികൾ, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നാളത്തെ ഇപ്പോൾ ബദൽ സമരമൊക്കെ എങ്ങനെയായിരിക്കുമെന്നാണ് ഉറ്റുനോക്കുന്നത്? ബദൽ സമരത്തിന്റെ ആദ്യഘട്ടമാണ് ഇന്ന് നടന്നത്. സംസ്ഥാനത്തെ 12 ജില്ലകൾ, അതായത് പാലക്കാട്, തിരുവനന്തപുരം ഒഴികെയുള്ള ബാക്കിയുള്ള 12 ജില്ലകളിലും ഇന്ന് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളായ പാസ്പോർട്ട് ഓഫീസ്, അതോടൊപ്പം തന്നെ ആദായ നികുതി ഓഫീസ് എന്നിവിടങ്ങളിലേക്കാണ് ഇന്ന് സമരം നടത്തിയത്, മാർച്ച് നടത്തിയത്. ഈ മാർച്ചിൽ പ്രധാനമായും അവർ പറയുന്നത് സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കുന്ന സമരം അത് അവിടെയല്ല നടത്തേണ്ടത്, കേന്ദ്ര സർക്കാരിനെതിരെയാണ് നടത്തേണ്ടത്. അതായത് ഹോണറേറിയം നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ ഒരുമിച്ച് ഒരു സമരത്തിലേക്ക് പോകാം എന്നുള്ളൊരു നിർദ്ദേശമാണ് CITയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ സമരം നടത്തുന്നത് ശുഷ്കമായ വളരെ കുറഞ്ഞ അംഗസംഖ്യ ഉള്ള ആളുകൾ മാത്രമാണ് എന്നുള്ള കാര്യം കൂടി പറയുന്നു. കാരണം 26,000-ഓളം ആശാവർക്കർമാർ കേരളത്തിലുണ്ട്. അതിൽ 20,000-ൽ പരം ആശാവർക്കർമാരും CITയുമായി ബന്ധപ്പെട്ട് ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സമരം നടത്തുന്നത് ചെറിയ ആളുകൾ മാത്രമാണ് എന്നുള്ള കാര്യം അവർ പറയുകയും ചെയ്യുന്നു. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ സമരം നടത്തുന്ന ആളുകൾ മുഖ്യമന്ത്രിയെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും മറ്റു മന്ത്രിമാരെയും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പ്രതികരിക്കുന്നു എന്നതാണ്. കാരണം നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും ആശാവർക്കർമാർ CITU വിഭാഗത്തിന് നേതൃത്വത്തിൽ സമരം നടത്തിയിരുന്നു. അന്ന് സമാധാനപരമായിട്ടായിരുന്നു അത്തരം സമരം നടത്തിയത്. പക്ഷേ അതിൽ നിന്നൊക്കെ ഭിന്നമായി ഇപ്പോൾ വലിയ തരത്തിൽ അക്രമാസക്തമാവുന്ന രീതിയിലാണ് ഇത്തരം സമരത്തിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യം കൂടി അവർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ സമരം നടത്തുന്ന ആളുകളോട് ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിക്കണം. അവർ ജോലിയിൽ തിരികെ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ജോലി നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ CITU നേതൃത്വത്തിലുള്ള ആശാവർക്കർമാർ മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഹോണററി അടക്കമുള്ള വിഷയങ്ങളിൽ ഇവരുടെ സമരത്തിനോട് ഞങ്ങൾക്ക്
എതിർപ്പില്ല. പക്ഷേ അവർ ഉന്നയിക്കുന്ന മറ്റു മുദ്രാവാക്യങ്ങളോട് യോജിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നു. ഏതായാലും കേന്ദ്ര സർക്കാരിനെതിരെ ഒന്നിച്ചുള്ള ഒരു സമരത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടും അതോടൊപ്പം തന്നെ ഇപ്പോഴുള്ള സെക്രട്ടറി മുന്നിൽ സമരം നടന്ന ആശാ വർക്കർമാർ വഴി കൂടി ഒന്നിച്ചു നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ള കാര്യം കൂടി പറയുന്ന ആ ഘട്ടത്തിൽ തന്നെ ഇപ്പോൾ സമരം നടന്ന ആളുകളെ അവർക്കൊരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് CITന്റെ ഭാഗത്ത് നടക്കുന്നത്. പ്രധാനമായും ഇപ്പോൾ നടക്കുന്ന സമരത്തിന് വലിയ തരത്തിലെ രാഷ്ട്രീയ പ്രാധാന്യം കിട്ടുന്നു. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പിന്തുണ കൂടി ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിലവിലെ സമരത്തിനെതിരെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരായ ഒരു സമരമായി തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു നീക്കം കൂടി CITന്റെ ഭാഗത്ത് നടക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ശരി അഭിലാഷ്, അപ്പോൾ നാളെ ഈ ബദൽ സമരം എന്തായാലും CITU നടത്തും, അതിൽ ഉറച്ചു നിൽക്കുകയാണ് CITU. പ്രേക്ഷകരെ, ഈ സമരമൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴും തുടക്കത്തിൽ ആശാ വർക്കർമാർക്ക് പിന്തുണ അറിയിച്ച ഒരു നേതാക്കന്മാരുടെ കാര്യത്തിൽ സർക്കാരിന് ഒരു കടുംപിടുത്തവും ഇല്ലെന്ന് പറയുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ്. നേരത്തെ തന്നെ ചർച്ച നടത്തിയിരുന്നതാണ്. ആശമാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. ആശമാർക്കുള്ള ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ കേന്ദ്ര ആരോഗ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതാണ്. അതിന്റെ രേഖകൾ തന്റെ കയ്യിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അങ്ങനെ ഒരു കടുംപിടുത്തം സർക്കാരിനില്ല, പ്രത്യേകിച്ച് ആശമാരുടെ കാര്യത്തിൽ ഇടതുപക്ഷ സർക്കാരിനില്ല. ആദ്യം SMD ചർച്ച നടത്തി. SMDയുടെ ചർച്ചയിൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് മിനിസ്റ്ററെ കാണണമെന്ന് പറഞ്ഞു. അവർ വരാൻ ഞാൻ പറഞ്ഞു. ഞാൻ ഏതാണ്ട് 1.5 മണിക്കൂർ ചർച്ച നടത്തി. അവർ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അവരുടെ സമരത്തിൽ നിന്ന് പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു നിങ്ങൾ ഇൻസെൻറ്റീവ്സ് വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടു. കേരളം ആവശ്യപ്പെട്ടു. ഇതെല്ലാം രേഖയാണല്ലോ, എൻ്റെ കയ്യിൽ അതിൻ്റെ രേഖകളുണ്ട്. ഇന്ന് കണ്ട സമരത്തിന്റെ കാഴ്ചകളിലേക്കാണ്. ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ വൻ സംഘർഷമുണ്ടായി. പോലീസിന് നേരെ പ്രവർത്തകർ കല്ലും കസേരയും വലിച്ചെറിഞ്ഞു. പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പുരുഷ പോലീസ് തിരഞ്ഞു പിടിച്ചാക്രമിച്ചെന്ന് വനിതാ പ്രവർത്തകർ ആരോപിച്ചു. സംഘർഷത്തിനിടെ 3 ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ചു. ഇതിനെ പോലീസ് അടി കൊണ്ടിട്ട് തളർന്ന് വീണതാണ്. പോലീസ് മർദ്ദിച്ചതാണ്. പ്രവർത്തകരുടെ ഡ്രസ്സിലാണ് പിടിക്കുന്നത്. ഡ്രസ്സ് മുടിയും. ഇതാണ് വനിതാ പ്രവർത്തകരുടെ തോൽപ്പിക്കാനായിട്ട് അവർ ചെയ്യുന്നത്. തലയ്ക്കും അടി പറ്റിയിട്ടുണ്ട്. കൊച്ചിന് നെഞ്ചത്തും തലയ്ക്കും മുടിയിലും ചുരിദാറിലുമാണ് വലിച്ചു പിടിച്ച. പുരുഷ പോലീസാണ് പിടിച്ചത്, വനിതാ പോലീസല്ല, പുരുഷ പോലീസ്. അവർ സ്ത്രീകളെ തന്നെ വനിതാ പ്രവർത്തകർ തന്നെ തെരഞ്ഞു പിടിച്ചാണ് വലിച്ചു പിടിച്ച് എടുത്തത്. ആ സമയത്താണ് ഞങ്ങൾ ഇവിടെ കടന്നു വന്നത്. വനിതാ പ്രവർത്തകർ സമരം ചെയ്ത് അവർ ലാത്തി കൊണ്ട് കുത്തുകയും ആ സ്ത്രീകളെ ഇത് ഷീൽഡ് കൊണ്ട് അവരെ ഇടിക്കുകയാണ് അവർ ചെയ്യുന്നത്. റോഷിപാൽ ചേരുന്നുണ്ട്. റോഷിപാൽ, എങ്ങനെയുണ്ടായിരുന്നു സമരം? സംഘർഷഭരിതമായിരുന്നുവെന്ന പ്രതികരണങ്ങളിൽ നിന്ന് കാണാം. എന്താണ് അവർ പറയുന്നത്? ഉപദ്രവിച്ചു, മുടി പിടിച്ച് വലിച്ചു, പുരുഷ പോലീസാണ് അതൊക്കെ ചെയ്തതെന്ന് പറയുന്നു. സമരം എങ്ങനെ പോയി? റോഷി, ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് എത്തിയപാടെ തന്നെ ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായത്. പിന്നാലെ തന്നെ ജലപീരങ്കി പ്രയോഗിച്ചു. 3 വട്ടമാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. തുടക്കം മുതൽ തന്നെ പ്രകോപിതരായ പ്രവർത്തകർ പോലീസുമായി ഏറ്റുമുട്ടലിന് സജ്ജമായിരുന്നു. പിന്നീട് പലതവണ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. ഇടയിൽ അപ്രതീക്ഷിതമായിട്ടാണ് സമരപ്പന്തലിന് തൊട്ടപ്പുറത്ത് ഈ വലിയ മതിൽ, സെക്രട്ടേറിയറ്റിൻ്റെ മതിൽ ചാടി സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് കടക്കാൻ വനിതാ പ്രവർത്തകർ ശ്രമിച്ചത്. അത് തടയാൻ പോലീസും ശ്രമിച്ചു. ആ ഘട്ടത്തിലൊക്കെ സംഘർഷമുണ്ടായിരുന്നു. പിന്നീട് സൗത്ത് ഗേറ്റിലേക്ക്, നോർത്ത് ഗേറ്റിൽ നിന്നും സ്ഥിരം സമരം ചെയ്യുന്ന സമര ഗേറ്റിൽ നിന്നും സൗത്ത് ഗേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുന്ന സാഹചര്യം. ഏതാണ്ട് 45 മിനിറ്റോളം സെക്രട്ടേറിയറ്റ് പരിസരം സംഘർഷാവസ്ഥയിലായിരുന്നു. പിന്നീട് ബാരിക്കേഡ് ഉൾപ്പെടെ സെക്രട്ടേറിയറ്റ് വളപ്പിൽ പരിസരത്ത് നിന്നും എടുത്ത് നേരെ റോഡിൻ്റെ മധ്യത്തിൽ വെച്ച് ഗതാഗതം സ്തംഭിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ അനുനയിപ്പിച്ചാണ് പിന്മാറ്റിയത്. പിന്നീട് സമരത്തിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്വയം പിരിഞ്ഞു പോവുകയായിരുന്നു. 45 മിനിറ്റ് പോലീസും ഏറെ ബുദ്ധിമുട്ടി. പിന്നീട് കൂടുതൽ പോലീസിലേക്ക് എത്തി സമരത്തിന് ഇറങ്ങിയ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും വനിതാ പ്രവർത്തകരെ അടക്കം പുരുഷ പോലീസ് മർദ്ദിച്ചു എന്ന ആരോപണം ഇതിനോടകം തന്നെ യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഉയർത്തിയിട്ടുണ്ട്.
ശരി, റോഷിപാലാണ് ഇന്നത്തെ സമരത്തിന്റെ പ്രതിഷേധത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ നിലപാടിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയ ആ നേതാവ്, ആ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട നിലപാടിൽ മാറ്റം വരുത്തി CPI നേതാവ് ബിനോയ് വിശ്വം. ആശാ സമരം ന്യായമാണെന്ന് ആദ്യം പറഞ്ഞ ബിനോയ് വിശ്വം സമരം രാഷ്ട്രീയ ആയുധമാക്കരുതെന്ന് ഇപ്പോൾ പറയുന്നു, ഉപദേശിക്കുന്നു. സമരം ന്യായമാണെങ്കിലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നവരുടെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാമെന്നും അവരെ സ്വതന്ത്രരെന്ന് ചിത്രീകരിക്കരുതെന്നുമാണ് ബിനോയ് വിശ്വത്തിന്റെ പുതിയ നിലപാട്. 18 ദിവസമായി സെക്രട്ടേറിയറ്റ് നടയിൽ സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് പിന്തുണ നൽകിയ CPI സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് കേട്ട് CPIM-ഉം സർക്കാരും ഞെട്ടിയതാണ് ദിവസങ്ങൾക്ക് മുൻപ്. എന്നാൽ 5 ദിവസങ്ങൾക്കിപ്പുറം ആലപ്പുഴയിൽ വെച്ച് ബിനോയ് വിശ്വം ചുവടുമാറ്റി. സമരം ന്യായമാണെങ്കിലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നവരുടെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാമെന്നും അവരെ സ്വതന്ത്രരെന്ന് ചിത്രീകരിക്കരുത് എന്നുമായി പുതിയ പ്രസ്താവന. ആദ്യം ബിനോയ് വിശ്വം പറഞ്ഞത് ഇങ്ങനെ: പ്രത്യേകിച്ച് കോവിഡ് കാലത്തും മറ്റും അവരുടെ സേവനം സംസ്ഥാനം മുഴുവൻ കണ്ടതാണ്. നമ്മളൊന്നും അവരെ വിളിച്ചത് ആശാ വർക്കേഴ്സ് എന്നല്ല, ഹെൽത്ത് വാരിയേഴ്സ് എന്നാണ് വിളിച്ചത്. ഹെൽത്ത് വാരിയേഴ്സ്. അവരുടെ ആവശ്യം തെറ്റാണെന്ന് ആർക്കും പറയാൻ കഴിയുകയുമില്ല. ഒന്നുറപ്പാണ്, അതിന്റെ പുറകിൽ നിൽക്കുന്നവർക്ക് രാഷ്ട്രീയം കാണും. ആ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വേണ്ടി ആശാ വർക്കേഴ്സിനെ കരുതാക്കുന്നവർക്ക് നേട്ടം കൊയ്യാൻ അവസരം ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ചർച്ചകളിലൂടെ ആവശ്യം തീർക്കാൻ LDF ഗവൺമെന്റ് മുൻകൈയെടുക്കും. ദിവസങ്ങൾ കൊണ്ട് മാറി മറിഞ്ഞ ഏറ്റവും ഒടുവിലെ ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന ഇങ്ങനെയാണ്: ഈ LDF ആക്രമിക്കാൻ വേണ്ടി നിൽക്കുന്നവരുടെ കയ്യിൽ ഒരു വടിയായിട്ട് മാറാൻ അവരെ അനുവദിക്കാൻ പാടില്ല. മാത്രമല്ല, അത്തരക്കാരുടെ കയ്യിൽ ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് ഈ സമരം മാറിക്കൂടാ. കേരളത്തിലാണ് ആശാപ്രവർത്തകർക്ക് ഏറ്റവും മികച്ച ആനുകൂല്യങ്ങൾ നൽകുന്നതെന്നും സമരം LDF-നെതിരായ രാഷ്ട്രീയ ആയുധമാക്കാൻ അനുവദിക്കരുതെന്നും ബിനോയ് വിശ്വം ഇപ്പോൾ പറയുന്നു. പിന്തുണച്ച നേതാവിന്റെ പുതിയ നിലപാടിൽ ഞെട്ടിയിരിക്കുകയാണ് ആശാ വർക്കർമാർ. ഒരു വ്യക്തിയുടെ കാര്യമാണ്. ആ വ്യക്തിക്ക് എന്ത് പറയണമെന്നൊരു പാർട്ടി നേതാവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയല്ല നമ്മൾ പറയേണ്ടത്. പാർട്ടിയിൽ ചാഞ്ചാട്ടം ഉണ്ടാക്കുന്നു, അവരത് പറയുന്നു ഇത് പറയുന്നു പറഞ്ഞ് സാറ് ഈ പറയുന്നവർ മാറിയിട്ട് ഒരു കാര്യവും ഇല്ല. ആശാ വർക്കർമാരുടെ സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച CPI നേതാവ് ആനി രാജയുടെ നിലപാടിൽ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. നിലപാടിൽ നിലയുറച്ചു നിൽക്കാൻ ബിനോയ് വിശ്വം പേടിക്കുന്നത് എന്തിനാണെന്ന ചോദ്യം പ്രസക്തമാണ്. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ. ഇതൊക്കെയാണ് സംഭവ വികാസങ്ങൾ. എന്തായാലും സമരം തുടരാനുള്ള തീരുമാനത്തിൽ തന്നെ നിലയുറച്ചു നിൽക്കുകയാണ് ആശാ വർക്കർമാർ. അവരുടെ ആവശ്യങ്ങൾ സർക്കാർ കേൾക്കണം, അത് പരിഗണിക്കണമെന്ന് അവർ പറയുകയാണ്. ബദൽ സമരം ഇപ്പോൾ നാളെ കാണാം. അങ്ങനെ ഇതൊരു യുദ്ധപ്രഖ്യാപനം എന്ന പോലെ CITU ഏറ്റെടുക്കുന്നു. എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം.